പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് പിന്നെയും ചില വചനങ്ങൾ കൂടിയും ചില സാക്ഷ്യങ്ങൾ കൂടിയും നമ്മളെ നടത്തുമാറാകട്ടെ. കർത്താവ് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായ സ്തോത്രം. ഇന്നിവരെ നടത്തിക്കൊണ്ടുപോകുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദൈവരാജ്യം, കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. എന്നാൽ എന്താണ് ദൈവരാജ്യം? എന്തിനാണ് ദൈവം നമ്മളെ അങ്ങനെ തിരഞ്ഞെടുത്തത്? ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവരാജ്യത്തിൽ നാം ആരാണ് എന്നൊക്കെയാണ് ഇന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ പഴയ നിയമത്തെ നോക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 19 4, 5, 6 വാക്യം അതിനകത്ത് എഴുതിയിരിക്കുന്നു: ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. അപ്പോൾ കർത്താവ് ജനത്തെ തിരഞ്ഞെടുത്ത് പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ സന്തതികളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കണം. 2, നിങ്ങൾ എൻ്റെ നിയമം പ്രമാണിക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത്, നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. അപ്പോൾ പഴയ നിയമം തൊട്ട് കർത്താവ് തൻ്റെ സ്വന്തം ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തനിക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. ഇതിനെയാണ് 2 പത്രോസിൻ്റെ ലേഖനത്തിൽ ദൈവം പത്രോസ് പറയുന്നത്. അതിൻ്റെ 9 വാക്യം പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പം നമ്മളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ്. ഇത് വലിയൊരു പദവിയാണ്. ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു. അവരോട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവരെ എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. അവരെ അടിമ വീടായ മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്നാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്, അവരെ വിടുവിച്ചത്. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും. അപ്പോൾ മിസ്രയീമ്യരുടെ അടിമത്ത നുഖത്തിൽ നിന്ന് ദൈവമില്ലാതെ ജീവിച്ച അവരെ കർത്താവ് തിരഞ്ഞെടുത്ത് മിസ്രയീമ്യരോട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവരുടെ ദേവന്മാരെ ന്യായം വെച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ ജനത്തെ വിടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് വന്നപ്പോൾ ദൈവം അവരോട് സംസാരിച്ച്, നിങ്ങൾ എനിക്കൊരു പ്രത്യേക ജാതിയും പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന് പറഞ്ഞ്. അതുപോലെ രാജകീയ പുരോഹിത വർഗം, രാജത്വമാണ് അവർക്ക് കൊടുത്തത്. അവരെ രാജാക്കന്മാരായിട്ടാണ് വിളിച്ചത്, അവരെ പുരോഹിതന്മാരായിട്ട് ആണ് വിളിച്ചത്. അപ്പോൾ ഏറ്റവും വലിയ പദവിയാണ് ഈ പുരോഹിതന്മാരെന്ന് പറഞ്ഞാലും രാജമെന്ന് പറഞ്ഞാലും. അപ്പം ദൈവമക്കളെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് രാജാക്കന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും മക്കളായിട്ടുമാണ്, പുത്രന്മാരായിട്ടുമാണ്. 3 വലിയ പദവി തന്നാണ് നമ്മളെ തിരഞ്ഞെടുത്തിരുന്നത്. ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പത്രോസ് പറഞ്ഞു, നിങ്ങളോ ഇപ്പോൾ പഴയ നിയമത്തിൽ മിസ്രയീമ്യരുടെ അടിമത്വ നുഖത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ഇവിടെ പത്രോസ് പറയുന്നു, ഇന്ന് നിങ്ങളെ എവിടെ നിന്നാണ് വിളിച്ചിരിക്കുന്നത്? നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ. അപ്പോൾ അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന്, അല്ലെ സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് പുത്രൻ്റെ പ്രകാശമുള്ള രാജ്യത്തിലേക്ക്. അപ്പോൾ ഇരുട്ടെന്ന് പറഞ്ഞാൽ അടിമത്തമാണ്, അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങോട്ട് പോകണം, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നൊന്നും അറിയത്തില്ല. എന്നാൽ വെളിച്ചം വന്നു കഴിയുമ്പോൾ, വെളിച്ചം അറിവാണ്, പ്രകാശമാണ്, അറിവുണ്ട്. വെളിച്ചത്തിൻ്റെ രാജ്യം, അവിടെ ഇരുട്ടിന് അവിടെ അധികാരമില്ല, സാത്താൻ അവിടെ അധികാരമില്ല. ദൈവത്തിൻ്റെ രാജ്യം,
ആ ദൈവത്തിൻ്റെ രാജ്യത്തിലെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതാണ് പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ച പിതാവായ ദൈവത്തിന് നമ്മൾ സന്തോഷത്തോട് സ്തോത്രം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിളിച്ചവർക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു? ഇവിടെ ആരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു വിശേഷപ്പെട്ട ജാതിയാണ്, വിശുദ്ധ വംശമാണ്, രാജകീയ പുരോഹിതവർഗമാണ്, സ്വന്തം ജനമാണ്. ഇത്രയും വലിയ പദവി തന്നാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു പുരോഹിത വർഗമാക്കി ആണ് വിളിച്ചിരിക്കുന്നത്, രാജാവായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ രാജാക്കന്മാർക്ക് ഡ്യൂട്ടിയുണ്ട്, വാഴുക എന്നൊരു ഡ്യൂട്ടിയുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലെ രാജാക്കന്മാരെല്ലാം വാഴുന്നവരായിരുന്നു. പിന്നെ പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ പുതിയ നിയമത്തിൽ പുരോഹിതന്മാരാക്കി ആണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം പ്രത്യേകം നോക്കാം നമുക്ക്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടാകട്ടെ. അപ്പോൾ കർത്താവ് പറയും, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുക. പഴയ നിയമത്തിൽ അവരെ ഒരു ലേവ്യ പുരോഹിതന്മാർ എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തെയാണ് പുരോഹിതന്മാരാക്കി വിളിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മെ ഓരോരുത്തരും ഒരു രാജ്യമാക്കി. കർത്താവ് പറയുന്നത് നമ്മളൊരു രാജ്യമാണ്, ദൈവത്തിൻ്റെ സമ്പത്താണ്, ഒരു പുത്രനാണ്, അതുപോലെ ഒരു പുരോഹിതനാണ്, ഒരു രാജാവാണ്. ഇതെല്ലാ പദവികളും ഓരോ ആൾക്കാർക്കും തന്നാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിളിച്ചവൻ എന്തുണ്ട്? അവിടെ സൽഗുണങ്ങളെ ഘോഷിക്കണം. കർത്താവിൻ്റെ സൽഗുണങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത് എവിടെ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ഇരുട്ടിൻ്റെ അധികാരമല്ലേ സാത്താൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അറുക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന നിത്യ മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഞാൻ വന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും എന്ന് പറഞ്ഞ ആ സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നമ്മൾ വാഴുകയാണ്. രാജാക്കന്മാരായി വാഴുകയാണ്, പുരോഹിതന്മാരായി വാഴുകയാണ്. അത് നിത്യജീവനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ ഈ വ്യത്യാസം അറിയുമ്പോഴേ നമുക്ക് കർത്താവിനെ സന്തോഷത്തോടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പിതാവായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തണം, സന്തോഷത്തോടെ ആരാധിക്കുന്നവരായി തീരുവാനിടയാക്കത്തുള്ളൂ. ഈ പഴയ നിയമത്തിലാണെങ്കിലും വിളിച്ച് ഇവരെ പുരോഹിതന്മാരാക്കി വെച്ചപ്പോൾ അവർ ഒരു ഉടമ്പടിയിൽ കൂടിയാണ് ദൈവം ഈ നിയമം ഉറപ്പാക്കിക്കൊണ്ടുവന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2-ാം വാക്യം പറയുന്നു, എനിക്കും നിനക്ക്, അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ വർധനവും അനുഗ്രഹവും അബ്രഹാമിന് ദൈവം ആണയിട്ട് കൊടുത്ത ഒരു വാഗ്ദത്തമാണ്. അപ്പം വിളിച്ചിട്ട് വെറുതെ വിടുകയല്ലേ ചെയ്യുന്നേ? യേശു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ വന്ന് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനാ, അറുക്കുവാനും മുടിക്കാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ ഈ ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം കഷ്ടത്തിൽ, കണ്ണുനീരിൽ, രോഗത്താൽ, പീഡനത്താൽ ബാധിക്കപ്പെട്ട് കിടക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ആരുടെ അടുക്കലേക്ക് വരിക? കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. അവൻ തരുന്നത് സമൃദ്ധിയാണ്, ജീവനാണ് അവൻ തരുന്നത്. അവൻ്റെ പേര് തന്നെ ജീവൻ ആണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഈ വചനമാണ് യേശു എന്ന് പറയുന്ന ആൾ. ഈ വചനം ജീവനാണ്, അവനിൽ വെളിച്ചമുണ്ട്, അവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. അപ്പം നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനും നാം ആരുടെ അടുക്കലേക്കാണ് വരേണ്ടത്? യേശുവിൻ്റെ അടുക്കലേക്കാണ് കടന്നു വരേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്ത് ചെയ്യണം? ഞാൻ ഇതുപോലെ കഷ്ടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന, ഞാനൊരു നേഴ്സാണ്, സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ചില സാഹചര്യങ്ങളാൽ എനിക്ക് നാട്ടിലേക്ക് കടന്നു വരേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത പോലുള്ള ജീവിത പ്രശ്നങ്ങളാൽ ഞാൻ ഭാരപ്പെട്ടു. ഞാൻ 3 വർഷം ദൈവത്തോട് നിലവിളി
നിലവിളിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്നു. യേശുവിൻ്റെ വചനം എനിക്ക് ലഭിച്ചു. ബൈബിൾ എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. എന്നാൽ വാസ്തവമായി ഞാൻ കർത്താവിനെ അറിഞ്ഞത് ഈ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും നിലവിളിയുടെ മധ്യത്തിൽ എൻ്റെ യേശു എനിക്ക്, ഞാനൊരു ദിവസം നിലവിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജീവിക്കുന്ന ദൈവമുണ്ടോ? കാരണം ഞാൻ എല്ലാ പള്ളികളിലും പോയി, എല്ലായിടത്തും നേർച്ച കാഴ്ച ഇട്ടു. എനിക്കറിയാവുന്നവരൊക്കെ ഞാൻ ചോദിച്ചു, എനിക്കൊരു വിടുതലിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന്. ഞാൻ ഡോക്ടർമാരുടെ അടുക്ക പോയി. എവിടെല്ലാം പോയിട്ടും എൻ്റെ പ്രശ്നങ്ങൾക്കൊരു മറുപടിയുമില്ലായിരുന്നു. എൻ്റെ കുടുംബം തകരുകയായിരുന്നു. മദ്യപാനത്താൽ എൻ്റെ കുടുംബം തകർന്നു. സാമ്പത്തിക ഭാരത്താൽ, ശൂന്യതയിൽ തകർന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തകർന്നു. ഇങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, മനുഷ്യരോട് ചോദിച്ചു, സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, അച്ഛന്മാരോട്, പള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ വിളിച്ചു. എന്നാൽ ഒരു പൂർണ്ണ വിടുതൽ തരുവാൻ ആർക്കും കഴിയാത്ത സമയത്തിൽ ഞാൻ ഒരു ദിവസം ഉറക്കെ നിലവിളിച്ചു, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരണമെന്ന്. ആ ദൈവം ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ച ഒരു വലിയ സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ ആര് വിടുവിക്കുന്നത് ചിലപ്പോൾ നോക്കിയാലും ആരും ചിലപ്പം വിടുതലിന് എത്തത്തില്ല, ആരും അടുത്ത് വരത്തില്ലായിരിക്കും. എന്നാൽ ഇത് കർത്താവിൻ്റെ ഒരു സന്ദർശന കാലമാണ്. കർത്താവിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നിലവിളിക്കുക മാത്രമല്ല, ഈ യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. അവൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങൾ ഞാൻ യേശുവേ എന്ന് നിലവിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചപ്പോഴൊക്കെയും എന്നെ ഇറങ്ങി വന്ന് വിടുവിച്ചൊരു ദൈവമാണ്. അപ്പോൾ ആ ദൈവം നമ്മളെ വിളിക്കുന്ന ഒരിക്കലും അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും കൊല്ലുവാനും അല്ല ആ കർത്താവ് വരുന്നത്. ആ കർത്താവ് വരുന്നത് ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. എൻ്റെ കർത്താവ് വന്ന ദിവസം മുതൽ എന്നെ മറ്റു ഹല്ലേലൂയ ശത്രുയുടെ കയ്യിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കുവാൻ തുടങ്ങി. ഒറ്റയടിക്കല്ല, കുറേശ്ശെയായിട്ട് ദൈവം വിഷയത്തിനെല്ലാം വിടുതൽ തന്നു. ഇന്ന് ആ കർത്താവിനെ പിൻപറ്റി കർത്താവിൻ്റെ സാക്ഷിയായി വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും വിശുദ്ധ രാജകീയ പുരോഹിത വർഗവുമാണെന്ന് പറയുന്നതിൻ്റെ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ദൈവം സഹായിച്ചു. കാരണം ഈ സൽഗുണങ്ങളെയാണ് ഘോഷിക്കുന്നത്. അവൻ്റെ സാക്ഷികൾ അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതിനെ ഞാൻ ഘോഷിച്ച് പറയുകയാണ്. എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ചെയ്ത് അവരുടെ വിദ്യാഭ്യാസം പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എൻ്റെ കർത്താവാണ് നടത്തിയത്. ഹല്ലേലൂയ. സാമ്പത്തിക ശൂന്യതയിൽ നിന്ന് വിടുവിച്ച കർത്താവാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ മറ്റു വഴിയായി പോകാതെ ഇവൻ സമ്പന്നനാണ്. കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്ക സമ്പന്നനായ ഒരു കർത്താവാണ്. അവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരിക, യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. ആ യേശു നിങ്ങളെ സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. ഏത് പ്രശ്നങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും, പീഡനങ്ങളിൽ നിന്നും വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. അവൻ വന്നിരിക്കുന്ന ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ. അങ്ങനെ എന്നെ വിടുവിച്ച ദൈവത്തെ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരികയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. അവൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് സ്നാനപ്പെട്ടു. കർത്താവിൻ്റെ അടുക്കൽ പിന്നെയും മാസങ്ങളോളം ദിവസങ്ങളോളം പ്രാർത്ഥനയിലും ആരാധനയിലും വചന പഠനത്തിലും ദൈവത്തിൻ്റെ സഹായം, ഞാനും കർത്താവും ഈ വചനം അല്ലാതെ വേറെ ആരും എനിക്ക് സഹായത്തിനില്ലായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് വചനവും എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് പഠിച്ചു. ഈ ദൈവത്തിൻ്റെ സനയിൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന എനിക്ക് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ പ്രവൃത്തികളെ വചനത്തെ ഉറപ്പിച്ച് തന്നേകൊണ്ടേയിരുന്നു. അതുകൊണ്ട് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ എന്ത് ചെയ്യണം? ഘോഷിക്കണം, മറ്റുള്ളവരോട് ഘോഷിക്കണം. അതിനുവേണ്ടിയാണ്. അതാണ് ഒരു പ്രാർത്ഥനയുടെ ആലയമാക്കി ഇന്ന് ഞങ്ങളുടെ ഭവനത്തെ ദൈവം മാറ്റിയിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാരണം കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങൾ, മരണത്തിൻ്റെ അവസ്ഥകൾ, ഇതിൽ നിന്നൊക്കെയും ദൈവം വിടുവിച്ച ആ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, മരണകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ സാക്ഷ്യങ്ങളെ ഞാൻ നിങ്ങളോട്, ഈ കർത്താവിൻ്റെ സൽഗുണങ്ങളെ നിങ്ങളോട് ഘോഷിക്കുകയാണ്. അവൻ ഏവർക്കും കൊടുക്കുവാൻ സമ്പന്നനാണ്. പീഡിപ്പിക്കപ്പെടുന്ന സകലർക്കും അവൻ കൊടുക്കുക. പീഡിപ്പിക്കുന്ന ഏവർക്കും അവൻ പീഡനത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവമായതുകൊണ്ട് നിങ്ങൾ ആര് വിളിച്ചപേക്ഷിച്ചാലും കർത്താവ് നിങ്ങളുടെ നിലവിളിയെ കേൾക്കും. ഞാൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ട്. രാത്രി എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ, എനിക്ക് നീതി കിട്ടാതെ, ന്യായം കിട്ടാതെ, കണ്ണുനീരോട് ഒരു ദിവസം ദൈവസനയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം, മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ഞാൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങി
മണ്ണെണ്ണ എടുത്ത് ദേഹത്തൊഴിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡ് കർത്താവിൻ്റെ ദാസൻ തന്നെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കളഞ്ഞ് വെള്ളം കോരി ഒഴിച്ചു. അല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാത്തവളായി ഒരു ലജ്ജിക്കപ്പെട്ട അവസ്ഥയിൽ എൻ്റെ കുടുംബം തകർന്നു പോകുമായിരുന്ന അവസ്ഥയിലായിരുന്നു. ഇതിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ചു. ആത്മഹത്യ ഒരു പെട്ടെന്ന് തോന്നിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ആരും ഒരു പ്രശ്നം വന്നാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. അത് നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സാത്താൻ്റെ ശക്തിയാണ്. എന്നാൽ നിത്യമായ ജീവനിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. അവൻ ഓടി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും, കടഭാരം വന്നാലും, കുടുംബ പ്രശ്നം വന്നാലും, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥകൾ വന്നാലും നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അവൻ കടന്നു വന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കർത്താവ്, അത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞ് ദൈവം എന്നോട് അടുത്ത് വന്നു, എനിക്ക് വചനങ്ങളെ കാണിച്ചു തന്നു, എനിക്ക് സഹായത്തിനായി മറ്റ് ദൈവദാസന്മാരെ കൂട്ടിത്തന്നു. അവർ എന്നോട് ഈ രക്ഷയെക്കുറിച്ചുള്ള വചനം തന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉടമ്പടി കർത്താവുമായിട്ട് എടുക്കേണ്ടതുണ്ട്. ഏത് നിയമം നമുക്ക് മുമ്പിൽ വന്നാലും നാം പേഴ്സണലായിട്ടൊരു ഉടമ്പടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ വർധനവും അനുഗ്രഹവും വിടുതലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കർത്താവുമായിട്ട് നമുക്കൊരു ഉടമ്പടിയുണ്ട്. എല്ലാ വ്യക്തികൾക്കും എല്ലാത്തിനും ഉടമ്പടികളുണ്ട്. നമ്മൾ ഏത് കാര്യം നോക്കിയാലും ഉടമ്പടികളുണ്ട്. അപ്പം കർത്താവിനും നമ്മളുമായിട്ട് എന്തുണ്ട്? ഒരു ഉടമ്പടിയുണ്ട്. അതിൻ്റെ 4-ാം വാക്യം പറയുന്നു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി തന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ നിൻ്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. അത് കഴിഞ്ഞ് 7-ാം വാക്യം പറഞ്ഞു, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ദൈവമക്കളെ, അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തത് മാത്രമല്ല, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് മാത്രമല്ല, ആ അനുഗ്രഹം നിത്യ നിയമമായി തലമുറകളിലേക്ക് മാറി. തലമുറകളിലേക്ക് മാറിക്കൊടുക്കുന്ന അനുഗ്രഹം ആ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞാൻ ദൈവത്തെ അനുഗ്രഹിച്ച് നിയമം ചെയ്താൽ ആ നിയമത്തിൻ്റെ ഉടമ്പടി എൻ്റെ തലമുറകളിലേക്ക് ദൈവം മാറ്റിത്തരുന്ന ദൈവമാണ്. ഈ വേദപുസ്തകം എല്ലാം നോക്കുമ്പോൾ മക്കളുടെ മേലേക്ക് ആ അനുഗ്രഹം ചൊരിഞ്ഞേരുന്ന ഒരു ദൈവത്തിൻ്റെ നിയമമാണ് നാമവും ദൈവമായിട്ടുള്ള നിയമം. അല്ല, നമ്മളെ എല്ലായിടത്തും ഒരുപാട് സ്ഥലത്ത് മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, തലമുറകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിനക്കും നിൻ്റെ തലമുറയ്ക്കും ദൈവമായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ തലമുറകളെ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ ഇവിടെ ഇരുത്തും, നിൻ്റെ തലമുറയെ സിംഹാസനത്തിലിരിക്കും. ഒരുപാട് സ്ഥലത്ത് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ മാത്രമല്ല. അപ്പം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ മാത്രം രക്ഷയല്ല, ഒരു തലമുറകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം, രക്ഷയാണ്. ഈ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിത്യ നിയമമാണ്, നിത്യ ജീവനാണ്. നമുക്ക് നമ്മുടെ തലമുറകൾക്കും ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. അവരും ഇത് അനുസരിപ്പാൻ തക്കോണം ദൈവം നമ്മുടെ മക്കളെയും ഉപദേശിച്ച് വഴി നടത്തുവാൻ തക്കോണം നാം അവർക്ക് ഈ ചട്ടങ്ങളും നിയമങ്ങളും അവർക്ക് ഉപദേശിച്ച് കൊടുക്കുമ്പോൾ അവരും അവൻ്റെ നിയമത്തിൽ നിലനിൽക്കുമ്പോൾ അവരും അവരുടെ തലമുറകളും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കുന്ന ഒരു നിയമമാണ് കർത്താവിൻ്റെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് അബ്രഹാമിന് പരിച്ഛേദന എന്ന ഒരു നിയമമാണ് കൊടുത്തത്. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിൽ വന്നപ്പോൾ പരിച്ഛേദന എന്ന നിയമം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും കൊടുത്തു, അല്ലെ പഴയ നിയമത്തിൽ കൊടുത്തു. അപ്പോൾ ഈ പരിച്ഛേദന എന്ന നിയമം അനുസരിക്കുന്നവർ ഈ അന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെല്ലാം അനുസരിക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കൊരു നിയമം തന്നിട്ടുണ്ട്, അത് സ്നാനം എന്ന നിയമമാണ്. അത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. സ്നാനത്തിൽ നാം അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ കുഴിച്ചിടക്കപ്പെട്ട് അവനോടുകൂടെ അടക്കപ്പെട്ടു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇനി മരണത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല, ഇനി ജീവിക്കുന്നത് കർത്താവിനോട് കൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ നിയമം സ്നാനമെന്ന നിയമം നമുക്ക് തന്നിരിക്കുന്നു. ആ നിയമമാണ് നാമും കർത്താവ് ഒന്നായി തീരുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവും കർത്താവിൻ്റെ ആത്മാവും, കർത്താവിനോട് പറ്റിച്ചേരുന്നവനെല്ലാം അവനുമായി ഏക ആത്മാവാകുന്നു, ഒന്നായിട്ട് നടക്കുന്ന അവസ്ഥ, ഞാനും കർത്താവും ഒന്നായി തീരുന്ന അവസ്ഥ.
ആ നിയമത്തിൽ കൂടി നിത്യജീവൻ്റെ അവകാശം, യേശുവിലുള്ള ജീവൻ എന്നിലേക്ക് ദൈവം പകർന്നു തരിക. അത് ക്രൂശിൽ വെച്ച് കൈമാറ്റം ചെയ്ത ഒരു നിയമമാണ്. എൻ്റെ അകൃത്യങ്ങളെയും പാപങ്ങളെയും അവൻ ക്രൂശിൽ വഹിച്ചു, കാൽവറി ക്രൂശിൽ വഹിച്ചു. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. അതിന് പകരമായി അവൻ എനിക്ക് തന്നത് എനിക്ക് എന്ത് ചെയ്യുന്നു? ദീർഘായുസ്സും സന്തതിയെ തന്നു. അല്ലെങ്കിൽ എനിക്ക് സന്തതി എന്ന് പറഞ്ഞാൽ അവൻ്റെ സന്തതിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ജീവൻ എനിക്ക് തന്നു. എൻ്റെ രോഗങ്ങളെ അവൻ വഹിച്ചു, എൻ്റെ വേദനകളെ അവൻ ചുമന്നു, എൻ്റെ ശാപത്തെ അവൻ വഹിച്ചു. എല്ലാം എൻ്റെ യേശു എനിക്ക് പകരമായി ക്രൂശിൽ അതെല്ലാം വഹിച്ച ശേഷം എനിക്ക് നിത്യനിയമായി നിത്യജീവനെ തന്നു. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറകൾക്കും കൂടെ തന്നിരിക്കുന്ന ഒരു നിയമമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കൊലോസ്യലേഖനം 2-ന്റെ 10-ാം അധ്യായം പറയുന്നു, 2-ന്റെ 10-ാം വാക്യം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുക. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്തിൽ അവനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുതുക. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക, അവനോട് കൂടെ ജീവിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് സ്നാന മുഖാന്തരം ലഭിക്കുന്നത്. സ്നാനത്തിൽ കൂടിയാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഉടമ്പടിയിൽ കൂടെ മാത്രമാണ്. ഒരു നിയമമുണ്ട്, ആ ഉടമ്പടിയിൽ കൂടിയാണ് ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതാണ് സ്നാനമെന്ന പ്രക്രിയ, അല്ലെ സ്നാനമെന്ന പ്രവൃത്തി ദൈവം വെച്ചിരിക്കുന്ന നിയമമാണ്. അത് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സ്നാനത്തിൽ കൂടി അവനുമായിട്ട് ഏക ആത്മാവായി തീരുന്നു. അവിടെ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പം ദൈവം നമ്മുടെ അകത്ത് എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്ത്, പുത്രത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് ദൈവം നൽകി തരിക. അതാണ് എന്നെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം എന്നിൽ വസിക്കുന്നത് ഒരു രാജ്യമായിട്ടാണ്. എന്നെ ഒരു രാജ്യമാക്കി വിലക്ക് വാങ്ങിച്ചിട്ട് ദൈവം എൻ്റെ അകത്ത് വസിക്കുക. അപ്പം ദൈവം വസിക്കുമ്പോൾ യേശു വന്ന ഭൂമിയിലാണ് വസിച്ചത്. യേശു ശാരീരിക ജഡം എടുത്ത് വസിച്ച ഭൂമിയിലാണ്. പക്ഷേ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ആത്മാവായി, ദൈവം ആത്മാവാകുന്നു. അപ്പം ആ ആത്മാവ്, പുത്രത്തിൻ്റെ ആത്മാവിനെ എൻ്റെ അകത്ത് ആത്മാവിലോട്ടാണ് ദൈവം നൽകി തരുന്നത്. അപ്പോൾ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ഈ ഭൂമിയിൽ ഒന്നിച്ച് വസിക്കുന്നു. ഞങ്ങൾ എവിടെ വസിക്കുന്നു? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവനോട് കൂടെ എൻ്റെ ആത്മാവും ഇരിക്കുന്നു. ഇത് നമ്മൾക്കൊരു വല്ല വിരോധമായിട്ടുള്ള, കാരണം നമ്മുടെ ഫിസിക്കലി നമ്മുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മനസ്സാക്ഷി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ ദൈവം ആത്മാവായതുകൊണ്ട് ഈ ആത്മാവിന് ഒരു സമയത്ത് ഇവിടെ വസിക്കാനും അവിടെ വസിക്കാനും കഴിയും. നമ്മുടെ ആത്മാവിനെ ദൈവത്തിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അതേസമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14, 15 അധ്യായത്തിലെല്ലാം 16 അധ്യായത്തിലെല്ലാം പറയുന്നു, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് കാര്യസ്ഥനെ അയച്ചു തരാം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് സ്നാനപ്പെടുമ്പോൾ നമ്മൾ പുറമേ ഒന്നും കാണുന്നില്ലെങ്കിലും വലിയൊരു വ്യത്യാസം നടക്കുന്നുണ്ട്. ഇരുട്ടിൻ്റെ ഈ ലോകത്തിൽ നിന്ന്, മരണത്തിൻ്റേതായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന്, മരണത്തിൻ്റേതായിട്ടുള്ള ന്യായവിധിയിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് ദൈവം നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അവനോടുകൂടി അവിടെ ഇരുത്തിയിരിക്കുന്നു. മരണത്തിൽ നിന്ന് വിടുവിച്ചു, നിത്യജീവനിലേക്ക് പ്രവേശിപ്പിച്ചു. ദൈവത്തോടുകൂടെ അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ ആത്മാവ് ഇവിടെ അല്ല ഇരിക്കുന്നത്, സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരം ഈ ഭൂമിയിലാണ് വസിക്കുന്നത്. അതുപോലെ ദേഹി ഈ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക. അപ്പോൾ നമുക്ക് സ്നാനത്തിൽ കൂടി ലഭിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. നമുക്ക് സ്നാനത്തിൽ കൂടി ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ നമ്മുടെ ദേഹിയെ ദൈവത്തിൻ്റെ പുത്രനോട് അനുരൂപമാക്കി എടുക്കുക, അല്ലെ ദൈവരാജ്യത്തിൻ്റെ നിയമപ്രകാരം അതുപോലെ വളർത്തുക എന്നുള്ളൊരു പ്രക്രിയയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ 2 ഡ്യൂട്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇങ്ങനെ വിളിച്ചു വേർതിരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട
മക്കൾക്ക് 2 ജോലി തന്നിരിക്കുന്ന, 1 രാജാവായി വാഴുവാനും, 2 പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനും 2 ജോലിയാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിലായ ഉടനെ നമുക്ക് രാജാവായി വാഴുവാൻ കഴിയത്തില്ല. കാരണം ആണെങ്കിലും ശിശുത്വമാണ്. അപ്പോൾ ശിശു വളർന്നെങ്കിൽ മാത്രമേ വാഴ്ച നടക്കത്തുള്ളൂ. അതുകൊണ്ട് വളരുന്ന ഒരു പീരീഡാണ് ആദ്യത്തെ കാലങ്ങളൊക്കെ. പുരോഹിത വർഗമാണ്, പൗരോഹിത്യ ശുശ്രൂഷയും ചെയ്യണം. ഇനി പൗരോഹിത്യ ശുശ്രൂഷ എന്താണ് എന്ന് നമുക്ക് പഴയ നിയമം നോക്കുമ്പോൾ അറിയാം. പഴയ നിയമത്തിൽ പുരോഹിതൻ എല്ലാം വഴിപാടും യാഗവും അർപ്പിക്കുക. ആർക്കു വേണ്ടി? ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി വഴിപാടും യാഗവും അർപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുതിയ നിയമത്തിലും ഇത് തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി. എന്ത് ചെയ്യാനാ? ജനത്തിൻ്റെ അകൃത്യങ്ങളെയും പാപങ്ങളെയും വഹിച്ചുകൊണ്ട് നമ്മൾ ദൈവസനയിൽ വന്ന് ദൈവത്തിൻ്റെ സനയിൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റുപറയുക. അല്ലെ, ഇപ്പം നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മളോട് പറയും. പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്കറിയാമോ? എല്ലാവരും എന്ത് പറഞ്ഞു? കർത്താവ് പറഞ്ഞു, എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും തെറ്റ് ചെയ്തു, എല്ലാവരും ദൈവത്തിൻ്റെ തേജസ് വിട്ടുമാറിപ്പോയി. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നാം അവരുടെ പാപങ്ങളെയും കൊണ്ട് ആരുടെ അടുക്കലേക്ക് വരിക? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ഒരു പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു പ്രാർത്ഥനാലയമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞില്ലേ, ഒരുപാട് കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ശൂന്യതകളുണ്ട്, ഇതെല്ലാം വന്നിരിക്കുന്നു, മരണകരമായ അവസ്ഥകൾ വന്നിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ചില വിഷയങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. കാരണം ദൈവം വെച്ചിരിക്കുന്ന നിയമത്തിൽ നിന്ന് നമ്മളെല്ലാവരും തെറ്റിപ്പോയി. അതിനെയാണ് അതിക്രമം അല്ലെ അതിക്രമം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തെറ്റിപ്പോയി, ആടുകളെ പോലെ തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞത്. ആടുകൾക്കൊന്നും അറിയില്ല, അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, തിരിച്ചു വരാൻ അറിയില്ല. അതുകൊണ്ടാണ് വെളിച്ചം, നമുക്ക് കിട്ടിയ വെളിച്ചം എന്ന് ചോദിച്ചാൽ ദൈവസനയിൽ നമുക്ക് വരാൻ ദൈവ അനുവാദം തന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. അവരുടെ തെറ്റുകൾ, അവർ തെറ്റിപ്പോയി കർത്താവേ, അല്ലെ അവരുടെ തെറ്റുകൾ, എന്നെ ആളിൻ്റെ തെറ്റുകൾ, അതുമായിട്ട് എവിടെ വരിക? ആ ക്രൂശിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. അപ്പം ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വരുമ്പം അവരുടെ തെറ്റുകളും ഓർത്തുകൊണ്ടാണ്, അല്ലെ അവരകന്നു പോയതിൻ്റെ വിഷയങ്ങളും ഓർത്തുകൊണ്ടാണ് ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ അല്ലെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ക്യാൻസർ പേഷ്യൻ്റ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അനേക സംഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ, അല്ലെ ഇതിൽ നിന്ന് വിടുവിക്കണേ എന്ന് മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ സനയിൽ അകന്നുപോയ വിഷയങ്ങളുണ്ട് കർത്താവേ, അതിനകത്തൊന്ന് വിടുവിക്കണമേ എന്നും കൂടി ആ ദൈവസനയിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഒരു പ്രാർത്ഥനാലയത്തിൻ്റെ പ്രത്യേകത, അതാണ് ഒരു പൗരോഹിത്യ ജോലിയുടെ പ്രത്യേകത. കർത്താവ് ചിലരെയൊക്കെ സൗഖ്യമാക്കിയിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, പോകുക, നിങ്ങൾ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം പാപമാണ് രോഗത്തിന് കാരണം, അല്ലെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. ആ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ദിവസങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ സംസാരിച്ച വചനമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരുമ്പോൾ, ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ വിഷയങ്ങളും നമുക്കറിയത്തില്ല നിങ്ങൾ എന്ത് വിഷയത്തിലാണ് കർത്താവിൽ അകന്നിരിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവിന് ഇതെല്ലാം അറിയാം. അത് പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞു, യേശുവിൻ്റെ ഡ്യൂട്ടി അതാ, പക്ഷപാതം ചെയ്യുക. അപ്പം നമ്മളും ഈ ദൈവസന്നിധിയിൽ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ കടപ്പെട്ടവരാണ്. അതാണ് പൗരോഹിത്യ ശുശ്രൂഷ. അപ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളോട് അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പലമായ വിഷയങ്ങളും ഭാരങ്ങളും ഉണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെയും പുറകിലൊരു കാരണമുണ്ട്. ഈ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്കറിയാം, മോശ ദൈവസനയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു ജനത്തിന് വേണ്ടി. അബ്രഹാം ലോത്തിനെ മക്കൾക്ക് വേണ്ടി ദൈവസനയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളും ദൈവസനയിൽ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവത്തിൻ്റെ സനയിൽ സമർപ്പിക്കപ്പെട്ടവരാണ്. ഈ ആലയം അതിനു വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ കടന്നു വരുവാൻ കഴിയാവുന്നവരാണ് ഇവിടെ കടന്നു വരിക. ഇതിൻ്റെ അഡ്രസ്സ്
അഡ്രസ്സൊക്കെ താഴെ ചേർക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് സംസാരിച്ച വിഷയം നിങ്ങൾക്ക് ഗ്രഹിച്ചുവെന്നും മനസ്സിലായെന്നും അത് താല്പര്യപ്പെടുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.